ഹലോ. അപ്പോൾ ഇന്ന് ചേട്ടായി കട അടച്ചിട്ട് വന്നപ്പോൾ ഒരു തണ്ണിമത്തൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് ജ്യൂസാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുഴുവൻ എടുക്കുന്നില്ല, പകുതി ഭാഗം മാത്രമേ ജ്യൂസിനായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് മുറിച്ചെടുക്കുകയാണ്. നല്ല ചുമന്ന തണ്ണിമത്തനാണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അതിനുശേഷം ഇതിനകത്ത് കുരുവുണ്ട്. ആ കുരു എല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ ജ്യൂസ് അടിക്കാൻ പറ്റുകയുള്ളൂ. കുരു എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ പണിയാണ്. ചെറിയ പീസാക്കിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് ഇങ്ങനെ കുരു എടുത്ത് കളയണം. അപ്പം ഞാനതിൻ്റെ കുരു ഓരോന്നിങ്ങനെ എടുത്ത് മാറ്റുകയാണ്. പണ്ടൊക്കെ വരകളോട് കൂടിയ ഒരു സൈസ് തണ്ണിമത്തൻ കിട്ടുമായിരുന്നു, കുറച്ച് വലിപ്പം കൂടിയത്. ആ സമയത്തൊന്നും എനിക്ക് ഈ സാധനം ഇഷ്ടമല്ലായിരുന്നു, ഞാൻ കഴിക്കാറില്ലായിരുന്നു. അതിന് ശേഷമാണ് ഈ സൈസ് നമ്മുടെ ഇവിടെ മാർക്കറ്റിലൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴേക്ക് ഇത് മേടിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിന് നല്ല മധുരവും നല്ല ടേസ്റ്റും ഒക്കെ തോന്നി. ഇപ്പോൾ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ജ്യൂസാക്കിയാലും അല്ലാതെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. കുരു എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുരുകൾ ഇരിപ്പുണ്ട്. അതുകൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ചൊവയായിരിക്കും തണ്ണിമത്തൻ ജ്യൂസിന്. ഇതിൽ നിന്ന് പീസാക്കിയത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളിതെല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം മുഴുവനും അങ്ങ് ഇട്ട് കൊടുത്തു, പക്ഷേ അത് ജാറ് നിറച്ചുള്ള കാരണം പിന്നെ തിരിച്ച് കുറച്ചങ്ങ് മാറ്റി അതിൽ നിന്ന് പകുതി മാത്രം എടുത്ത് അടിക്കാനായിട്ട് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ്. തിളപ്പിച്ച പാലൊന്നുമല്ല, ഫ്രീസറിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന പാലാണ്. ഇനി ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തൻ പൊതുവേ മധുരം കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ്. ഇനി നമ്മൾ ഇത് അടിച്ചെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റോടു കൂടിയ ഒരു ജ്യൂസാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അടുത്തതുകൂടി നമുക്കിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. അതും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.